ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയിലേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. കാര്യപ്പെട്ട രണ്ട് IPOകൾ, അതായത് 30,000 കോടി രൂപയുടെ IPO വരുന്ന ഒരാഴ്ചയാണിത്. നമ്മുടെ വീക്ക്ലി പോഡ്കാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണാത്തവർ പോയി കാണുക. ഈ ഒരു IPO റിവ്യൂ എക്സാക്ട്ലി ടാറ്റ ക്യാപിറ്റലിൻ്റെ IPO റിവ്യൂ വീഡിയോ ആണ്. എല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ മെസ്സേജ് ഇന്ന് രാവിലെ മുതൽ വന്നിരിക്കുന്നത് ടാറ്റ ക്യാപിറ്റൽ IPO റിവ്യൂ ചെയ്യണം എന്നുള്ളതാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. കാരണം എത്രയും ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു NBFC ആണ് ടാറ്റ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഞാനതിൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു IPO റിവ്യൂ ഇറക്കാൻ പോകുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാരുകളിലേക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ തുടങ്ങട്ടെ. അപ്പം IPO ടാറ്റ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി NBFC ആണ്. ഇവർക്ക് മുന്നിലുള്ളത് രണ്ട് കമ്പനികളാണ്. അതായത് ഒന്ന് ബജാജ് ഫിനാൻസ്, രണ്ടാമത് ശ്രീറാം ഫിനാൻസ്. ഈ രണ്ട് കമ്പനികൾക്ക് ശേഷം വരുന്ന ഏറ്റവും വലിയ NBFC ആണ് ടാറ്റ ക്യാപിറ്റൽ. ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 2.3 ലക്ഷം കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റാണ് ഇവർക്കുള്ളത്. ഇത് ജൂൺ 30 വരെയുള്ള സമയത്തുള്ള എടുത്താണ്. ഇതിൽ ഈ NBFC എന്ന് പറയുമ്പോൾ ഇവർ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ റീറ്റെയിൽ സെഗ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് 60% ലോണും ഇവർ കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന് SME സെക്ടറിനാണ് 26%. അതുപോലെ തന്നെ കോർപ്പറേറ്റ്സിന് വേണ്ടിയിട്ട് 14%. അത് റീറ്റെയിൽ ലോണുകൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പോയി വാങ്ങുന്ന ലോണുകളായിരിക്കാം. അത് 60% ഉണ്ട്. SME 26%, അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾക്ക് 14%-ൻ്റെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ഒരു 2.5 വർഷത്തെ കാലം എടുക്കുന്ന നോക്കുന്ന സമയം കഴിഞ്ഞ ഒരു 2.5 വർഷത്തെ കാര്യം എടുത്ത് നോക്കുന്ന സമയത്ത് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഓൾറെഡി ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർ കൊടുത്തിരിക്കുന്ന ലോണിൻ്റെ ക്വാണ്ടമാണ് ഉദ്ദേശിക്കുന്നത്. അത് 2023 1.2 ലക്ഷം കോടി രൂപയായിരുന്നു ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. അതാണിപ്പോൾ 2.3 ലക്ഷം കോടി രൂപയായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ 34% CAGR ഗ്രോത്ത്, കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നുണ്ട്. ഈവൻ ഓർഗാനിക് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ പോലും ടാറ്റ മോട്ടോഴ്സ് ഫൈനാൻസിൻ്റെ ഒരു മെർജർ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ആണ് മീൻസ് 25% CAGR എന്നാലും ഉണ്ട്. ആ ഒരു മെർജറിന് ശേഷം എടുത്താൽ പോലും അതിനെ കൂട്ടാതെ ടാറ്റ മോട്ടോഴ്സ് ഫിനാൻസിൻ്റെ ആ ഒരു മെർജർ കൂടാതെ തന്നെ 25% CAGR കാണിച്ചിട്ടുണ്ട്. അതായത് HDB ഫിനാൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഗ്രോത്ത് 22% ആണ് CAGR. ശ്രീറാം ഫിനാൻസിൻ്റെത് 19% മാത്രമേ വരുന്നുള്ളൂ. L&T ഫിനാൻസിൻ്റെത് 11% വരുന്നത്. പക്ഷേ അഫ്കോഴ്സ് ജൈജാൻറ്റിക് ആയിട്ടുള്ള രണ്ട് സംഭവങ്ങളുണ്ടല്ലോ. ബജാജ് ഫിനാൻസിൻ്റെ 29%-ൻ്റെ CAGR ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ചോളമണ്ഡലം ഫിനാൻസ് 30% കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗ്രോത്ത് കുറവാണ്, CAGR ഗ്രോത്ത് കുറവാണ്. പക്ഷേ ചെറിയ പിയറുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബെറ്ററായിട്ട് കാണുന്നു. അപ്പോൾ അങ്ങനെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്ന ഒരു NBFC. ഏറ്റവും കൂടുതൽ എക്സ്പോഷർ റീറ്റെയിൽ ലോണുകളാണ്, പിന്നീട് SME ലോണുകൾ, പിന്നെ കോർപ്പറേറ്റ് ലോണുകൾ. ഈ കമ്പനിയുടെ പൊസിഷൻ മൂന്നാമത്തതാണ് ഈ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വെച്ച് നോക്കുന്ന സമയത്ത്. പിന്നെ ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ടാറ്റ പറയുന്ന ബ്രാൻഡിനാണ് എല്ലാവരും വാല്യൂ കൽപ്പിക്കുന്നത്. 15,512 കോടി രൂപയുടെ IPO ആണിത്. അപ്പോൾ അതിൽ 6,846 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ആണ് വരുന്നത്. അതിൽ RBIയുടെ മാൻഡേറ്ററി പോളിസി അനുസരിച്ചിട്ടാണ് ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം NBFCകൾക്ക് മാക്സിമം പ്രൊമോട്ടേഴ്സിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കുണ്ടല്ലോ. അപ്പോൾ 75% ആയിട്ട് കുറക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓഫർ ഫോർ സെയിലായിട്ട് വരുന്നത് 8,666 കോടി രൂപയുടെ ഓഹരികളാണ്. ഇതിൽ 87% പ്രൊമോട്ടേഴ്സിൻ്റെതാണ് വരുന്നത്. അതായത് ഇപ്പം പ്രൊമോട്ടേഴ്സ് 96% ഹോൾഡ് ചെയ്യുന്നത് 85% പോസ്റ്റ് IPOയിൽ മാറും. 13% IFC അവരാണ് ഓഫർ നടത്തുന്നത്. അതായത് അവരുടെ 4% ഇപ്പോഴത്തെ ഹോൾഡിങ്സ് 3% മാറും. അപ്പോൾ അങ്ങനെയാണ് ഈ 15,512 കോടി രൂപ വരുന്നത്. പ്രൈസ് ബാൻഡ് 310-നും 326-നും ഇടയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1.38 ലക്ഷം കോടി രൂപയാണ്. അതിൽ 11% ഈ ഒരു വഴിയിലിപ്പോൾ ഡയല്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ IPO ഒക്ടോബർ 6, 2025 ആരംഭിച്ചിട്ട് ഒക്ടോബർ 8, 2025 അവസാനിക്കുന്ന തരത്തിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ലിസ്റ്റിംഗ് ഉണ്ടാവുക 13 ഒക്ടോബർ 2025 അപ്പോൾ നാളെ മുതൽ, അതായത് തിങ്കളാഴ്ച മുതൽ 8 ഒക്ടോബർ വരെ ഇതിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാകും. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ബുധനാഴ്ച വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. 13th ലിസ്റ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫിനാൻഷ്യൽസും മറ്റു കാര്യങ്ങളും നോക്കാം. NBFC ആകുമ്പോൾ നമുക്ക് പല ആംഗിളിൽ നിന്നും അതിനെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും, അതിനെ വാല്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.
അതുപോലെ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കും മറ്റുമായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലുകളിലേക്കും നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അഡ്വൈസറി സർവീസുകൾ നമ്മുടെ ചാനലുകളിൽ ലഭ്യമാണ്. അപ്പോൾ ഇനി ഈ കമ്പനിയുടെ മൊത്തം ഒരു ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ ടാറ്റ ക്യാപിറ്റലിനെ കുറിച്ച് സംബന്ധിച്ച് പറയുന്ന സമയത്ത് ടാറ്റ മോട്ടോർ ഫൈനാൻസിൻ്റെ മെർജർ സംഭവിച്ചത് ഈ പറയുന്ന 2025 മെയ്യിലാണ്. അപ്പോൾ ടാറ്റ ക്യാപിറ്റലിൻ്റെ ബുക്കിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഏപ്രിൽ 1 മുതലാണ്. അപ്പോൾ ഈ ഒരു ടാറ്റ മോട്ടോർ ഫൈനാൻസിൻ്റെ മെർജർ ശരിക്കും പറഞ്ഞാൽ ടാറ്റ ക്യാപിറ്റലിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അതിൻ്റെ ഫൈനാൻഷ്യൽസ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ടാറ്റ മോട്ടോഴ്സിന് 181 കോടി രൂപയുടെ നെറ്റ് ലോസ് ആയിരുന്നു 2025 സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപുറമെ 30,000 കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റാണ് ടാറ്റ ക്യാപിറ്റലിലേക്ക് ഈ ഒരു മെർജർ വഴി വന്നു ചേർന്നത്. മാത്രമല്ല അസറ്റ് ക്വാളിറ്റി പൂറാണ്. 7.1% ഗ്രോസ് NPA, അതായത് മൊത്തം കൊടുത്തിരിക്കുന്ന ലോണിൻ്റെ 7.1% ഗ്രോസ് NPA ആയിട്ടും ഉണ്ടായിരുന്ന ഒരു കമ്പനിയായിരുന്നു ടാറ്റ മോട്ടോഴ്സ് ഫിനാൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 4.4% നെറ്റ് NPA ആണ്, കിട്ടാക്കടം തന്നെയാണ്. 30,000 കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 4.4% നെറ്റ് NPA എന്ന് പറയുമ്പോൾ ഒരു വലിയ ബേർഡനാണ് ഈ ഒരു മെർജർ വഴി ടാറ്റ ക്യാപിറ്റൽ എടുത്തു വച്ചിരിക്കുന്നുള്ളത് വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ ടാറ്റ ക്യാപിറ്റലിൻ്റെ എക്സ് മെർജർ നോക്കിക്കഴിഞ്ഞാൽ 0.5% വരുന്നുണ്ട്. നെറ്റ് NPA ഇതുകൊണ്ട് തന്നെ ഇവരുടെ നെറ്റ് NPA 1% വർധനവ് കാണിച്ചു. അതായത് ജൂൺ അവസാനിക്കുന്ന ക്വാർട്ടറിൽ 1% വർധനവ് നെറ്റ് NPAയിൽ കൂടി. 0.4%, അതായത് 0.4% ഉണ്ടായിരുന്നത് 1% കൂടി. അതുപുറമെ മാർച്ച് 31, 2024 ഇവരുടെ നോംസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് NBFCയുടെ നോംസും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് വീണ്ടും അത് കുറച്ചുകൂടി വേഴ്സായി. റിട്ടേൺ ഓൺ ഇക്വിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 12.5% കുറഞ്ഞു. അതായത് 2024 സാമ്പത്തിക വർഷത്തിലെ 15.5% ഉണ്ടായിരുന്ന റിട്ടേൺ ഓൺ ഇക്വിറ്റി 2026 ഫസ്റ്റ് ക്വാർട്ടർ ആകുമ്പോഴേക്കും 12.5% കുറയുകയാണ് ചെയ്തത്. മാത്രമല്ല ഹൈ പ്രൊവിഷൻസും വെക്കേണ്ടി വന്നു. ഈ കിട്ടാക്കടത്തിന് വേണ്ടിയിട്ട് ഹൈ പ്രൊവിഷൻസ് വേണ്ടി വന്നു. അതായത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെർജർ, ടാറ്റ മോട്ടോഴ്സ് ഫിനാൻസിൻ്റെ മെർജർ ടാറ്റ ക്യാപിറ്റലിലേക്ക് ലയിപ്പിച്ചപ്പോൾ വലിയൊരു ബേർഡനാണ് ടാറ്റ ക്യാപിറ്റലിൽ വന്നത് എന്നുള്ളതാണ്. മെർജർ നോക്കുകയാണെങ്കിൽ ടാറ്റ ക്യാപിറ്റലിൻ്റെ ഹൈ NPAയും ലോസും കൊണ്ട് തന്നെ ഈ ഒരു IPO ഒരു ചെറിയ തരത്തിലെങ്കിലും അതിൻ്റെ ഒരു ശോഭ കെടുത്താനായിട്ട് ഈ ഒരു മെർജർ ടാറ്റ ക്യാപിറ്റലിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും. അതുതന്നെ ഇതിൻ്റെ അബ്സോർബർ മെർജർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മെർജർ ഏറ്റെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് 1,752 കോടി രൂപയുടെ റൈറ്റ് ഇഷ്യൂ ചെയ്യുകയുണ്ടായി. ഇത് 2025 ജൂലൈ 18 ഇവർ ചെയ്തിരിക്കുന്നത്. 343 രൂപ പെർ ഷെയറിനാണ് ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ IPO പ്രൈസിൻ്റെ 5%, IPO പ്രൈസ് 5% താഴെയാണ്. റൈറ്റ്സ് കൊടുത്തതിനേക്കാൾ 5% താഴെയാണ് കൊടുത്തത്. പക്ഷേ റൈറ്റ്സ് നോക്കേണ്ട ആവശ്യമില്ല, കാരണം 95% റൈറ്റ് ഷെയർസും പ്രൊമോട്ടർ തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ലെസ് ദാൻ 5% മാത്രമാണ് പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിന് പോയിരിക്കുന്നത്. അതായത് 37,000 പബ്ലിക് ഷെയർ ഹോൾഡേഴ്സിന് 7,400 റൈറ്റ്സ് പോയിരിക്കുന്നത്. അത് നോക്കേണ്ട ആവശ്യമില്ലെങ്കിലും പ്രൊമോട്ടേഴ്സ് തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റു പിയേഴ്സുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 2026 ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൻ്റെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ ക്യാപിറ്റലിന് 2026 ഫസ്റ്റ് ക്വാർട്ടറിലെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് 3% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ. അതായത് 17% ഗ്രോത്താണ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ ഇയർ ഓൺ ഇയറിൽ കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മെർജറിന് മുമ്പേ 23% ഓർക്കണം. അതായത് ഇത് ബജാജ് ഫിനാൻസിനേക്കാൾ കുറവാണ്. കാരണം ബജാജ് ഫിനാൻസിൻ്റെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഗ്രോത്ത് 6% ആണ്. 25% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് കാണിച്ചിരിക്കുന്നത്. അതായത് 4.4 ലക്ഷം കോടി രൂപയായിട്ട് അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് മാറിയിട്ടുണ്ട്. ചോള ഫൈനാൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 4% വർധനവ് കാണിച്ചു. ഇയർ ഓൺ ഇയറിൽ 24% വർധനവ് കാണിച്ചു. അതായത് 1.9 ലക്ഷം കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റാണ് ചോളമണ്ഡലം ഫിനാൻസിനുള്ളത്. പക്ഷേ കമ്പാരബിൾ നമുക്ക് ശ്രീറാം ഫിനാൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 3% ഗ്രോത്ത് മാത്രമാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ശ്രീറാം ഫിനാൻസ് കാണിച്ചിരിക്കുന്നത്. 17% ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിട്ടുണ്ട്. 2.7 ലക്ഷം കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റാണ് ശ്രീറാം ഫിനാൻസിനുള്ളത്. ഇത് HDB ഫിനാൻസുമായിട്ട് നോക്കുകയാണെങ്കിൽ 2.3% നോക്കുമ്പോൾ കൂടുതലാണ്. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 1.5 ലാക്സ് ക്രോർ മാത്രമാണുള്ളത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ പേഴ്സ്, അതായത് ടാറ്റ ക്യാപിറ്റൽ നമുക്ക് ബജാജ് ഫിനാൻസുമായിട്ടോ അല്ലെങ്കിൽ
ചോളയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഗ്രോത്ത് എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ഈ പറയുന്ന ശ്രീറാം ഫിനാൻസ്, HDB അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ വെൽത്തി ആണെന്ന് പറയാം. ഇനി നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ, കാരണം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ആണല്ലോ അവരുടെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഈ ഈൽഡ് വളരെ കുറവാണ്, അതായത് 12.5% മാത്രമാണുള്ളത്. ഇത് 14% മുകളിലാണ് മറ്റുള്ള കമ്പനികളുടെതൊക്കെ വരുന്നത്. അതായത് കോസ്റ്റ് ഓഫ് ബോറോയിങ് 7.8% മറ്റുള്ളവരുടെതൊക്കെ വരുന്നത്. ടാറ്റയുടേത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 5.1%. അതായത് മറ്റുള്ളവരതൊക്കെ കൂടി നോക്കുമ്പോൾ 7.7% നെറ്റ് മാർജിനുള്ള കമ്പനികളാണ്. അതായത് നിങ്ങൾ ചോളമണ്ഡലം ഫിനാൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ബജാജ് ഫിനാൻസ്, മറ്റുള്ളവരൊക്കെ 7.7% മുകളിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഉള്ളത്. പക്ഷേ ഇവർക്കുള്ളത് 5.5% ആണ്, ലോവസ്റ്റ് ആണെന്ന് പറയേണ്ടി വരും. ഇനി NPA കിട്ടാക്കടം നോക്കിക്കഴിഞ്ഞാൽ ജൂൺ വരെയുള്ള കണക്കനുസരിച്ചിട്ട് ബജാജ് ഫിനാൻസിൻ്റെ നെറ്റ് NPA എന്ന് പറയുന്നത് 0.5% ആണ്. അതായത് ടാറ്റ ക്യാപിറ്റലിന് 1% ആണ്, L&T ഫിനാൻസിന് 1.1% ആണ്. മീൻസ് 1% ആണ് ടാറ്റ ക്യാപിറ്റലിനും L&T ഫിനാൻസിനും വരുന്നത് 1% ആണ്. HDB ഫിനാൻസിന് വരുന്നത് 1.1% ആണ്. സോ ശ്രീറാം ഫിനാൻസിനും ചോളക്കൊക്കെ ഏകദേശം ഇത് നോക്കുന്ന സമയത്ത് ഈ രണ്ട് കമ്പനി, അതായത് ചോളമണ്ഡലം ഫിനാൻസും ശ്രീറാമൊക്കെ തന്നെ ഈ വെഹിക്കിൾ ഫിനാൻസ് ഉള്ളത് കൊണ്ട് അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ, നെറ്റ് NPA എന്ന് പറയുന്നത് കൂടുതലാണ്, കാരണം 2.6% മുകളിൽ വരുന്നുണ്ട്. ഇനി ക്രെഡിറ്റ് കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റാണ്, കാരണം 2025 ഇൻക്രിമെൻ്റൽ ക്രെഡിറ്റ് കോസ്റ്റ് വരുന്നത് ഡ്യൂ ടു മർജർ എന്ന് പറയാം 1275 കോടി രൂപയാണ്. അതായത് 2800 കോടി രൂപയുടെ പ്രൊവിഷൻ വെച്ചിട്ടുണ്ട് 2025. 1.4% ക്രെഡിറ്റ് കോസ്റ്റാണ് കാണുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം 0.4% ക്രെഡിറ്റ് കോസ്റ്റ് ആയിരുന്നു, അതിപ്പോൾ 1.4 ആയിട്ടുണ്ട്. അത് 2026 ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് നോക്കുമ്പോൾ സമയത്തും പ്രൊവിഷൻ കൂടുതലാണ്, കാരണം 908 കോടി രൂപയുടെ പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. അതായത് 1.6% ക്രെഡിറ്റ് കോസ്റ്റാണ് വരുന്നത്. ഈ ടാറ്റ ക്യാപിറ്റൽ ക്രെഡിറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും ലോവസ്റ്റ് ആണ്, കാരണം ചോളക്ക് 2 വരുന്നുണ്ട്. ചോള രണ്ടാമത്തെ പൊസിഷനാണ് വരുന്നത് 1.7%. HDB നോക്കിക്കഴിഞ്ഞാൽ 2.4% ക്രെഡിറ്റ് കോസ്റ്റ് വരുന്നുണ്ട്. അത് ഏറ്റവും വേസ്റ്റ് ആയിട്ട് കണക്കാക്കാം, കാരണം Q1 2026 ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് അനുസരിച്ചിട്ടാണിത്. സോ ലോ ക്രെഡിറ്റ് കോസ്റ്റ് ടാറ്റയുടെ ഹെൽത്തി എന്താണ് പറയേണ്ടത് അണ്ടർ റൈറ്റിംഗ് സ്കില്ലാണ് കാണിക്കുന്നത്, അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റാണ് കാണിക്കുന്നത്. ഇതൊരു ക്രിട്ടിക്കൽ ഫാക്ടർ കൂടിയാണ്. അതായത് ഏതൊരു ലെൻഡറെ സംബന്ധിച്ചിട്ടും ക്രെഡിറ്റ് കോസ്റ്റ് ഏറ്റവും കുറച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ടാറ്റ മാനേജ്മെൻറ്റിൻ്റെ ഭയങ്കര കോൺഫിഡൻസ് ഇതിലുണ്ട്. അതായത് ടാറ്റ മോട്ടോർ ഫിനാൻസിനെ ഏറ്റെടുത്തതിലുള്ള പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ തന്നെ Q2 2026 Q2 കൂടി തീരുമെന്നുള്ളതാണ്. അത് ഒരു 1% താഴെ ക്രെഡിറ്റ് കോസ്റ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ, അതായത് 2026 കൂടി. ഇനി റിട്ടേൺ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റയുടെ റിട്ടേൺ ഓൺ അസറ്റ് എന്ന് പറയുന്നത് 1.8% ആണ്. അത് ഈ മറ്റുള്ള പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും ലോവസ്റ്റ് ആണ്. അതായത് ബജാജ് ഫിനാൻസിന് 4.5% ആണ്. ശ്രീറാം ഫിനാൻസിൻ്റെ റിട്ടേൺ ഓൺ അസറ്റ് 2.7% വരുന്നുണ്ട്. ചോളമണ്ഡലം ഫിനാൻസിന് 2.4%, L&Tക്ക് 1.9% ഒക്കെയാണ് വരുന്നത്. സോ ഈവൻ എന്താ പറയുക 6.5% ലിവറേജ് വരുന്നുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കിക്കഴിഞ്ഞാലും 12.5% ആണ് വരുന്നത്. അത് Q1 റിസൾട്ട് അനുസരിച്ചുള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷനാണ്. 2024 15.5% റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ടായിരുന്ന കമ്പനിയാണ് ഇപ്പോൾ ഈ ഒരു മർജറിന് ശേഷം 12.5% ആയിട്ട് കുറഞ്ഞിരിക്കുന്നത്. ടാറ്റ ക്യാപിറ്റലിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി മറ്റുള്ള പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവെന്ന് പറയേണ്ടി വരും, കാരണം ഇത് ബജാജിൻ്റെത് 22% ആണ്, ചോളയുടേത് 20.6%, HDBക്ക് 19.6% വരുന്നുണ്ട്, ശ്രീറാം ഫിനാൻസിന് 15.8%, 15.8% വരുന്നുണ്ട്. സോ ഈവൻ ക്രെഡിറ്റ് കോസ്റ്റ് കുറഞ്ഞു വരുന്നുണ്ട്. നേരെ മറിച്ച് റിട്ടേൺ റേഷ്യോസ് അത്ര ഫേവറബിൾ അല്ല, കാരണം പ്രത്യേകിച്ചും ബിസിനസ്സിൻ്റെ പാരാമീറ്റേഴ്സ് നോക്കുന്നത് നമ്മൾ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും അവരുടെ NPAയും ക്രെഡിറ്റ് കോസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ മറ്റുള്ള പല പാരാമീറ്റേഴ്സിലും നോക്കുന്ന സമയത്തും മറ്റു പല കമ്പനികളും വളരെ മുന്നിലായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എത്രമാത്രം പ്രൈസ് ചെയ്തിട്ടുണ്ട് ഈ കമ്പനി എന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ വാല്യുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ 2026 എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ബുക്ക് വാല്യൂ ഒരു ഷെയറിന് ഏകദേശം 111 രൂപ എന്നുള്ളതാണ്. അതായത് IPO അതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ 2.9x പ്രൈസ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ കറണ്ട് ഇയർ ബേസിൽ. സോ ഒരു ലോവർ ക്രെഡിറ്റ് കോസ്റ്റ് ഗൈഡൻസ് ആണ് കമ്പനിക്കുള്ള അട്രാക്ഷൻ. അടുത്ത വർഷങ്ങളിൽ ക്രെഡിറ്റ് കോസ്റ്റ് കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ റിട്ടേൺ റേഷ്യോസ് ഒക്കെ തന്നെ കുറവാണെന്നുള്ളതാണ് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. IPOയുടെ പ്രൈസിങ്ങിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു HDB ഫിനാൻഷ്യൽസിൻ്റെ ഒക്കെ പ്രൈസിങ്ങിനേക്കാൾ കുറച്ചുകൂടി താഴെ പ്രൈസ് ചെയ്തിരിക്കുന്നു. അതായത് 3x അവർ പ്രൈസ് ചെയ്തിട്ടുണ്ടിരുന്നത്, ഇത് 2.9x പ്രൈസ് ചെയ്തിട്ടുണ്ട്. L&T ഫിനാൻസ്
അവർക്ക് 1,00,000 കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഉണ്ട്. 1% നെറ്റ് NPA മാത്രമേ ഉള്ളൂ. 2.1% ആണ് അവരുടെ ക്രെഡിറ്റ് കോസ്റ്റ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 11% വരുന്നുണ്ട്. അവർ ട്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ 2.4x പ്രൈസ് ടു ബുക്ക് വാല്യൂ. ബജാജും ചോളയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ 5.5x ട്രേഡ് ചെയ്യുന്നത്. 5.5ലും 4.x ട്രേഡ് ചെയ്യുന്നത്. സോ അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൻ്റെ ഗ്രോത്തും സുപ്പീരിയർ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒക്കെ നോക്കുന്ന സമയത്ത് ശ്രീറാം ഫിനാൻസ് 1.9x പ്രൈസ് ചെയ്തിരിക്കുന്നത്. 2.6% മാത്രമാണ് നെറ്റ് NPA ഉള്ളത്. സോ എനിക്ക് തോന്നുന്നു അധികം ഇൻവെസ്റ്റേഴ്സിന് പ്രൈസിംഗ് ഒന്നും ബാക്കി വെച്ചിട്ടില്ല. കറക്റ്റായിട്ടുള്ള ഒരു പ്രൈസിംഗ് തന്നെയാണ്. വലിയൊരു രീതിയിലുള്ള പ്രൈസിംഗ് ടാറ്റാ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ബജാജ് ഹൗസിംഗ് ഒഴികെ ഇപ്പോഴത്തെ ലാർജ് സ്കെയിം IPOs ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് HDB ഫിനാൻഷ്യൽസ്, അതുപോലെ തന്നെ JSW സിമെൻറ്റ്, ഇവരൊക്കെ തന്നെ പ്രൈസ് ടു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് ബാക്കിയുള്ള പൈസയൊന്നും കൊടുക്കാനില്ല. അതായത് മാക്സിമം കിട്ടാവുന്നിടത്തോളം കമ്പനിയിലേക്ക് വലിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രൈസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സിന് കൂടുതലൊന്നും ഈ IPOയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള, ഇനി ഭാവിയിൽ ഏതെങ്കിലും ഡെവലപ്മെൻറ്റ്സ് നടക്കുമ്പോഴുള്ള പ്രൈസിംഗ് മാത്രമാണ് ഇൻവെസ്റ്റേഴ്സിന് ഉള്ളതെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു പ്രൈസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. ഇനി ഇവരുടെ ടാറ്റ ഗ്രൂപ്പിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസ് ഒക്കെ വളരെ ഫേമസ് ആണ്, അതിലൊന്നും ആർക്കും സംശയമില്ല. കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ കേസിലും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഹൈ മാർക്ക് നമ്മൾ ടാറ്റ ഗ്രൂപ്പിന് കൊടുക്കേണ്ടി വരും. ടാറ്റ ഗ്രൂപ്പിൻ്റെ പക്ഷേ ഈ ഒരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ട്സ് RSP ഡിസ്ക്ലോഷർ കാണിക്കുന്ന സമയത്ത് പലതും നമുക്ക് തോന്നും. അതായത് ടാറ്റ ഗ്രൂപ്പ് അവരുടെ കോർപ്പറേറ്റ് ഗവേണൻസ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ടേബിൾ ഓഫ് കമ്പാരിസൺസും, അതായത് പ്രധാനപ്പെട്ട കീ പ്ലേയേഴ്സുമായിട്ടൊക്കെ കമ്പാരിസണൊക്കെ നോക്കുമ്പോൾ പല ഡാറ്റകളും നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞിട്ടാണ് RSPയിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ, റിട്ടേൺ ഓൺ ഇക്വിറ്റി, റിട്ടേൺ ഓൺ അസറ്റ്, ശ്രീറാമിൻ്റെയും അതുപോലെ തന്നെ ചോളയുടേതൊക്കെ തന്നെ നോൺ അവൈലബിൾ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മളിപ്പോൾ ഈ IPO റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇവരുടെ RSPയിൽ ഇതൊന്നും പറഞ്ഞിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ഡിസ്ബേഴ്സ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാലും സുന്ദരം ഫിനാൻസിൻ്റെയും HDB ഫിനാൻസിൻ്റെയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ട് എന്താണ് ഇയർ ഓൺ ഇയർ ഗ്രോത്തും അതുപോലെ തന്നെ അതൊക്കെ കാര്യങ്ങൾ തൊട്ടടുത്ത ലൈനിൽ നോൺ അവൈലബിൾ എന്നാണ് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്. സോ എനിക്ക് ആ ഒരു ഇവർ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ കേസിൽ വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പ്, ഒന്നും സംശയമില്ല. പക്ഷേ ഇങ്ങനൊരു ഗ്രൂപ്പ് ഈ ഒരു RSP സബ്മിറ്റ് ചെയ്ത സമയത്ത് ഇതൊക്കെ നോൺ അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് എനിക്ക് കുറച്ചൊരു കൺസേൺ ആയിട്ട് തോന്നുന്നു. കൺസേൺ അല്ല, ഒരു ഇത്രയും ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം വന്നു എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഡിസിഷനിലേക്ക് വരാം. ഈ മെർജർ നടന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ബൈ എന്ന് ഞാൻ പറഞ്ഞേനെ. സോ ടാറ്റ ക്യാപിറ്റലിൻ്റെ വാല്യൂഷൻ നോക്കുന്ന സമയത്ത് എനിക്കത്ര കംഫർട്ടബിൾ അല്ല, ഹൈ വാല്യൂഷനാണ് ചെയ്തിരിക്കുന്നത്. സോ മെർജർ ആ കമ്പനിയുടെ പുറത്ത് ഏറ്റെടുക്കുന്ന ഒരു പ്രഹരമാണ്. അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സമയമെടുക്കും. ആ സമയം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഈ കമ്പനി ചിലപ്പോൾ താഴ്ന്ന നിലവാരത്തിൽ കിട്ടിയേക്കാം. ആ സമയത്ത് എൻ്റർ ചെയ്യുന്നതല്ലേ ബെറ്റർ എന്നുള്ളൊരു സജഷനാണ് എൻ്റെ ഭാഗത്ത്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് എല്ലാവരും എന്നെ വിളിച്ച് ടാറ്റയാണ്, അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെയൊന്നും എൻ്റെ അഭിപ്രായമല്ല നിങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇത് കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാം. അല്ല എങ്കിൽ അഫ്കോഴ്സ് ടാറ്റ നിങ്ങൾ ബ്രാൻഡുകൾക്ക് പുറമേ പോകുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ്. സോ എൻ്റെ എന്തുകൊണ്ട് ഞാൻ വേണ്ട എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ലിസ്റ്റ് ചെയ്തതിന് ശേഷം നോക്കിയതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാം. കാരണം അല്ലെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള പേയേഴ്സ് അവൈലബിൾ ആണ്. ബജാജ് ഫിനാൻസ് ഉണ്ട്, ശ്രീറാമുണ്ട്, ചോളയുണ്ട്. ഇങ്ങനെയുള്ള പ്രൂവൺ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ള കമ്പനികൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനി ടാറ്റയുടെ ബ്രാൻഡ് മാത്രം നോക്കിയിട്ട് ഈ ബിസിനസ് വാങ്ങണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. സോ ലിസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ നാളെ ടാറ്റ ഇനിയിപ്പം അടുത്ത ആഴ്ച ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഹൈപ്പും മാർക്കറ്റിൻ്റെ കണ്ടീഷൻസൊക്കെ അനുസരിച്ച് ചിലപ്പോൾ അന്നത്തെ ദിവസം മുന്നോട്ടൊക്കെ പോയേക്കാം. അതിനുശേഷം എങ്ങനെത്താവും നമുക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ഡിസിഷൻ ഈ ഒരു തന്നിരിക്കുന്ന ഡോക്യുമെൻറ്റ്സുകളും കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള മാത്രം അനാലിസിസാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത്. കാരണം നമുക്കൊരു 2000-3000 വ്യൂസ് മാത്രമാണ് IPO ഒക്കെ ഉണ്ടാവാറുള്ളത്. എന്നിട്ട് അതിലൊരു 100 ലൈക്ക് പോലും നിങ്ങൾ തിരിച്ച് കാണുന്നില്ല. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ഒരാളിലേക്കെങ്കിലും പുതുതായിട്ട് വീഡിയോ എത്തിച്ചെന്ന് ഉറപ്പിക്കുക. അപ്പോൾ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.